കാലത്തെ തന്നെ നേരം വിളിക്കാണല്ലോ ഈശ്വര. ഈ ട്രിപ്പിന് ചെറിയ 2 പ്രത്യേകത ഉണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോൾ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പൊ പോവാലേ. അങ്ങനെ നമ്മൾ വീണ്ടും പുറപ്പെട്ടു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ഈ യാത്രക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന്. അതിലൊന്നാണ് ഈ ടൈം. ഞാൻ ഇതുവരെ ഫ്ലൈ ചെയ്തതൊക്കെ നൈറ്റ് ടൈമിലാണ്. സോ ദിസ് ഈസ് സ്പെഷ്യൽ ഫോർ മീ. എന്റെ സൗണ്ടിന് കുറച്ച് കിച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തെ എനിക്ക് കോൾഡ് പിടിച്ചിരിക്കുകയാണ്. മൈൻഡ് ആക്കണ്ട. യൂഷ്വൽ കോൾഡ് ഇൻ കോൾഡ് സീസൺ. അങ്ങനെ നമ്മൾ ഓൺ ടൈമിലൊക്കെ എയർപോർട്ടിലൊക്കെ എത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മച്ചിയും ഇവിടെ എത്തിയപ്പോൾ ഇവരെല്ലാവരും നല്ല കരച്ചിലായിരുന്നു. പോരാളിയൊക്കെ വൺ സീൻ. അത് വേറൊന്നുകൊണ്ടല്ല, ഇവളെ ഇനി എനിക്ക് വഴക്ക് പറയാൻ കിട്ടൂലല്ലോ എന്ന് ഓർത്താവും. അങ്ങനെ ഒരു നാടകീയ രംഗമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചുപോയി. ലഗേജിന്റെ കാര്യത്തിൽ ചെറിയ പണി കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ സീനൊന്നും ഉണ്ടായില്ല. 2 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 1 മണിയായി. ഫ്ലൈറ്റിൽ വിൻഡോ സൈഡ് കിട്ടിയില്ല ഗൈസ്. ചോദിച്ചു, അത് ഫില്ലായി എന്നാണ് പറഞ്ഞത്. കോഴിക്കോട് എയർപോർട്ടിൽ AC ഇല്ല ഗൈസ്, ചൂടെടുക്കുന്നു. ഇനി അങ്ങോട്ട് കളി മാറും. കണ്ടോ, ബൈക്കൊക്കെ വായിച്ചിട്ട്. വിൻഡോ സൈഡ് കിട്ടിയില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അടുത്തുള്ള ഒരു ഉമ്മയപ്പി വന്ന് ചോദിക്കുക, മോൾക്ക് ബുദ്ധിമുട്ടാവില്ലേ, ഒന്നങ്ങടെ ഇരിക്കുമെന്ന്. എന്താ അല്ലേ, വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാൽ. ഇനി ഞാൻ പൊളിക്കും. കറക്റ്റ് ടൈം ആയപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല. ശരിക്കും വല്ല അപകടം പറ്റുമ്പോൾ എക്സാമിന് ഉഴപ്പിക്കളി കളിക്കുന്ന പോലെ വെപ്രാളപ്പെടേണ്ടി വരുന്നു ഉറപ്പായി. ഇനി ഏകദേശം 4 hour ട്രാവൽ ഉണ്ട്. ഒരു മൂവി ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്, അത് കാണാം. പിന്നെ മേടിച്ച് വെച്ച ലേസും ചോക്ലേറ്റും ഒക്കെ കാലിയാക്കണം. ഇതൊക്കെ തന്നെ. കുറച്ചു നേരമൊക്കെ ഞാൻ പുറത്ത് നോക്കിയിരുന്ന് ഹായ് മേഘങ്ങൾ എന്ന് പറഞ്ഞ ഞാൻ ഇത് മാത്രം ഉള്ളല്ലോ എന്ന മൈൻഡിലോട്ട് മാറി. പിന്നെ ആകാശത്ത് നിനക്ക് ഇനി പച്ചപ്പും ഹരിതാപും കാണിക്കാം. അങ്ങനെ നമ്മൾ പടം ഓണാക്കി. 3 hours എന്തോ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ലാഗ് തോന്നിയോണ്ട് ഞാൻ പടം വേഗം അടിച്ചു തീർത്ത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? പാട്ടൊക്കെ സ്പോട്ടിഫൈയിൽ കേൾക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത മ്യൂസിക്സ് ഒന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഓർത്ത് ഗാലറി വഴി ഒരു യാത്ര പോയി നോക്കാം, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന്. കിട്ടി, ശരിക്കും കിട്ടി. ട്രിവാൻഡ്രം ഉള്ളപ്പോൾ ഇങ്ങനെ കുറേ മ്യൂസിക് പ്രോഗ്രാംസിനൊക്കെ പോകലുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് കുറച്ച് റാസവേഗം സോങ്സ് ഉണ്ടായിരുന്നു ഗാലറി. പിന്നെ അതും കേട്ട് വിദൂരതയിലേക്ക് നോക്കി ഒറ്റയിരിപ്പായിരുന്നു. ഫൈനലി അറ്റ് ഡെസ്റ്റിനേഷൻ. എമിറേറ്റ്സ് സൈഡ് കിട്ടിയിട്ട് ഫസ്റ്റ് വരവാണ് ഇങ്ങോട്ട്. നമുക്കിനി അപ്പോൾ സ്മാർട്ട് ഗേറ്റ് വഴിക്ക് എക്സിറ്റ് ആവാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ദുബായ് എയർപോർട്ട് ഇഷ്ടമില്ല. നടന്ന് കാല് പണിയാവും. അതൊക്കെ അങ്ങ് ഷാർജ. വേഗം പുറത്തിറങ്ങാം.
അങ്ങനെ മെട്രോ ഒക്കെ കയറി നമ്മൾ ബാഗേജ് കളക്ഷൻ്റെ അവിടെ എത്തി. കുറേ പെട്ടിയൊക്കെ വരുന്നുണ്ട്, ബട്ട് നമ്മുടെ മാത്രം വരുന്നില്ല, സ്വാഭാവികം. അപ്പം ഞാൻ ഓർത്ത് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാമെന്ന്. എന്നിട്ടും പെട്ടി വന്നില്ലടോ. എനിക്ക് ഈ സാധനം ഉണ്ടല്ലോ 2X ഇടാനാണ് തോന്നിയത്. ദേ ഇങ്ങനെ. ഫൈനലി ഏമൻ വന്ന്. ഇനി നമുക്ക് പുറത്തുള്ള ഭർത്താവിനെ കാണാൻ പോവാം. ചെറിയ ബ്ലഷൊക്കെ വരുന്നുണ്ട്. Hello, Mr. Dodge. Bye.